കട്ടിയുള്ള പുറന്തോടുകളുള്ള ജീവികളായിരുന്നു. ഈ കട്ടിയുള്ള പുറന്തോടുകളുള്ള ജീവി എന്തിനാണ് അത് ഉണ്ടാക്കി വെക്കുന്നത്? അതിൻ്റെ ഇരപിടിയന്മാരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഈ തോടിനെ കടിച്ച് പൊട്ടിക്കാൻ കഴിയാത്ത ഇരപിടിയന്മാരുള്ള സമയത്ത് അതിന് അതിജീവന സാധ്യതയുണ്ട്. പക്ഷെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു മത്സ്യത്തിൻ്റെ രൂപത്തിലുള്ള ഒരു സാധനമാണ് ഈ ഡങ്ക്ലിയോസ്റ്റസ് എന്ന് പറയുന്ന സാധനം. ഇന്ന് വരെ ജീവിവർഗങ്ങളുടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബൈറ്റ് ഫോഴ്സ് ഉള്ളത് ഒരു വലിയ ഇൻഡസ്ട്രിയൽ ക്യാൻ ഓപ്പണർ പോലെയാണ്. ഇതിന് പല്ലൊന്നുമില്ല, നിങ്ങൾ കാണുന്നത് പല്ലുമല്ല, അത് ബോൺസ് തന്നെയാണ്, എല്ലുകൾ തന്നെയാണ്. ഈ എല്ല് വെച്ച് കടിച്ച് പൊട്ടിക്കാൻ പറ്റാത്തതായിട്ട് യാതൊരു സാധനമില്ല. പക്ഷേ ഇത്രയും ഈ ഇരുമ്പ് കട്ട പോലെ ഇരിക്കുന്ന ഒരു സാധനത്തിനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് മെനുവർ ചെയ്ത് പോകാൻ പറ്റില്ല. നമ്മൾ ഇന്ന് കാണുന്ന പോലെയുള്ള പെട്ടെന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ഓട്ടിച്ചിട്ട് പിടിക്കാനോ ഒന്നും പറ്റില്ല. വളരെ സ്ലോ ആയിരുന്നു. പക്ഷേ തോടുകൾ കൊണ്ട് കാര്യമില്ലായിരുന്നു. തോടുകൾ കൊണ്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ ആ ജീവികളൊക്കെ വളരെ സ്ലോ ആയിരുന്നു. അപ്പോൾ നാച്ചുറലി എന്ത് പറ്റും? ഇങ്ങനെ ഒരു ഇരപിടിയൻ ഉണ്ടായി വരുമ്പോൾ സംഭവിക്കാൻ പറ്റുന്ന കാര്യം, തോടുള്ളതിനൊന്നും അതിജീവന സാധ്യതയില്ല, അവരൊക്കെ ഇല്ലാതായിപ്പോയി, അല്ലെങ്കിൽ അവരുടെയൊക്കെ വലിപ്പം കുറച്ചു, അവർക്ക് പെട്ടെന്ന് നീങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി. അപ്പോൾ തോടിന് പകരം ഓടി രക്ഷപ്പെടുക, ഇരപിടിയനിൽ നിന്ന് ഓടി രക്ഷപ്പെടുക എന്നുള്ള രീതിയിലേക്ക് വന്നു. ഇതിനെ നമ്മൾ പറയുന്നത് യുനാത്തോസ്റ്റൊമാറ്റ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. അതിൻ്റെ അർത്ഥമേ ഉള്ളൂ ജോ ഉള്ള ട്രൂ ജോ ഫിഷ് എന്നുള്ളതാണ്. അതിന് മുമ്പുള്ള മീനിനൊന്നും കൃത്യമായിട്ട് ചവയ്ക്കാൻ പറ്റിയ പല്ലുകളോ താടിയല്ലോ ഒന്നുമില്ല.